ബോംബെയിലെ ഭിക്ഷാടന വിരുദ്ധ പോലീസ് സ്ക്വാഡ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഭിക്ഷാടനം നടത്തുന്നത് കണ്ടെത്തി. ഏകദേശം 47 ദിവസം മുമ്പ് ബോംബെയിൽ നിന്ന് പഠിക്കാൻ ട്രെയിനിൽ പോയ ഹോമിയോ വിദ്യാർത്ഥിയെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു. വീട്ടിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ ഇൻഗാവിലേക്കുള്ള ട്രെയിനിലാണ് ഈ കുട്ടി പോകുന്നത്. വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഏതായാലും അയാൾ ഒരു ദിവസം ഏകദേശം 47-48 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ട്രെയിനിൽ പോയപ്പോൾ ട്രെയിനിൽ വെച്ച് അയാളുടെ കയ്യിലിരുന്ന അയാളുടെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, അയാളുടെ സർട്ടിഫിക്കറ്റ്, അയാളുടെ മൊബൈല്, പണം ഇതെല്ലാം നഷ്ടപ്പെട്ടു. അല്പസ്വല്പം മാനസികമായ ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു. എന്നാലും പഠിക്കാൻ മിടുക്കനാണ്. അതുകൊണ്ട് അയാൾക്ക് ഹോമിയോ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. ഏതായാലും വീട്ടിൽ നിന്ന് ട്രെയിൻ കയറി പോയ വഴിക്ക് ഇത് നഷ്ടപ്പെടുന്നതോടുകൂടി ആകെ അങ്കലാപ്പിലായി. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ പോയി. പിന്നീട് ആ കുട്ടിയെ കണ്ടിട്ടില്ല. 47 ദിവസമായിട്ട് കുട്ടിയെ കാണാതെ പോലീസിൽ പരാതിപ്പെട്ടിട്ട് 300 കിലോമീറ്റർ അകലെയുള്ള മാതാപിതാക്കൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ബോംബെയിലെ ഭിക്ഷാടന വിരുദ്ധ പോലീസ് സ്ക്വാഡുണ്ട് അവിടെ. നേരത്തെ തിരുവനന്തപുരം നഗരത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോലീസുമായിട്ട് ചേർന്ന് ഇവിടെ ഭിക്ഷാടനം നടത്തുന്നവരെ പിടിച്ച് കോർപ്പറേഷൻ്റെ വക അഗതി മന്ദിരത്തിൽ താമസിപ്പിക്കുമായിരുന്നു എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. ഇപ്പം ഭിക്ഷാടനക്കാർ വളരെ വൈദ്യത്തോടു കൂടി ഭിക്ഷാടനം നടത്തുന്നതുകൊണ്ട് അവരെ പിടിക്കാൻ പറ്റില്ല. മറ്റ് ഭിക്ഷാടനത്തിന് വരുന്നവരുടെ വേഷഭൂഷാദികൾ, കാലിലുള്ള വ്രണങ്ങൾ എല്ലാം കാണുമ്പോഴാണ്. തിരുവനന്തപുരത്തും അതുണ്ടായിരുന്നു. കൽക്കട്ടയിലൊക്കെ വളരെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിന്നുപോയി. ഇവിടെ ഈ ബോംബെയിൽ ഇപ്പോഴും ആ ഭിക്ഷാടന വിരുദ്ധ സ്ക്വാഡുണ്ട്. കാരണം അത് വലിയ പല സ്റ്റേറ്റുകളിൽ നിന്നും ബോംബെ ചേക്കേറാൻ വരുന്നവർ ധാരാളം പേര് അവിടെ അധോലോകത്തേക്ക് പോകും, അവിടെ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകും, അവിടെ റോഡ് വരാന്തയിൽ കിടക്കും. അങ്ങനെയൊക്കെയുള്ള ധാരാളം പേരെ ഭിക്ഷാടന വിരുദ്ധ സ്ക്വാഡുകൾ അവർക്ക് എവിടെയെങ്കിലും ഒരു അസൈലം കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവരെ വീട്ടുകാരെ ഏൽപ്പിക്കും. ഇന്നും വളരെ സജീവമാണ് ബോംബെയിലെ ഈ ഭിക്ഷാടന വിരുദ്ധ പോലീസ്. അവർ രാത്രി ചെക്ക് ചെയ്ത് വരുമ്പം ഒരു മാന്യനായ ഒരു കുട്ടി അവിടെ ഭിക്ഷ അഭ്യർത്ഥിക്കുന്നത് കണ്ടു. ചെറുപ്പക്കാരനാണ്. അത് കണ്ടപ്പം പോലീസ് അയാളെ ചോദിച്ച് പിടിച്ച് വന്നപ്പം അയാൾക്ക് സ്വല്പം അബ്നോർമലാണ്. എങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോഴും പരിസരബോധവുമില്ല, വീടെവിടാന്നറിയില്ല, മറ്റു കാര്യങ്ങളൊക്കെ. ഏതായാലും അയാളെ കൊണ്ടുപോയി ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അയാളെ നോർമലാക്കി. ചോദിച്ചപ്പം ഫാദറിൻ്റെ പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു. അഭയ സുരേഷ് ബെൽക്കോണി എന്നാണ് ഈ പയ്യൻ്റെ പേര്. പിതാവിനെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. ഏതായാലും പോലീസ് ഉടനെ ആ പിതാവിനെ വിളിച്ചു. സന്തോഷം കൊണ്ട് അയാൾ ഓടി മകൻ്റെ അടുത്തെത്തി. പറഞ്ഞ സ്ഥലത്തെത്തി അവർ മകനെ സ്വീകരിച്ചു. പിതാവിനും പുത്രനും ആ സമാഗമം കണ്ടു പോലീസ്. കാരണം ഇതുപോലുള്ള സന്ദർഭങ്ങൾ വളരെ റെയറാണ് ജീവിതത്തിൽ. ഏതായാലും 47-ാമത്തെ ദിവസം പിതാവിന് മകനെ കിട്ടി. ഹോമിയോ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവരുടെ അപ്പനും അമ്മയും ബന്ധുക്കളുമൊക്കെ ദുഃഖിച്ച് മകൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന സന്ദർഭത്തിലാണ് പോലീസിൻ്റെ ഒരു കോൾ വരുന്നത്. എന്തായാലും നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയ പിതാവും മകനും കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗമൊക്കെ പോലീസ് അവിടുത്തെ CCTV ദൃശ്യത്തിലൊക്കെ അത് ധാരാളം കണ്ടിരുന്നു. എന്തായാലും ബോംബെ പോലീസിൻ്റെ ഈ പ്രവർത്തനം തീർച്ചയായിട്ടും മറ്റുള്ള പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടാവാം. അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ രംഗത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അഗതികളായിട്ട് റോഡിൽ കൂടെ നടക്കുന്നവോ അശരണരായിട്ട് നടക്കുന്നവരെയൊക്കെ പോലീസ് അവരെ കണ്ടെത്തി അവരോട് സംസാരിക്കണം, ഇൻട്രാക്ട് ചെയ്യണം. കാരണം നേരത്തെയൊക്കെ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങളൊക്കെ 10-16 പോലീസ് സ്റ്റേഷൻ ഞാൻ ജോലി ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ രാത്രി മുഴുവൻ കടത്തിണ്ണായി കിടക്കുന്നവരെ മുഴുവൻ ആൾക്കാരെയും വാഹനത്തിൽ കയറ്റും. എന്താണ് അവിടെ കിടക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ എന്താണ് ഇവിടെ കിടക്കുന്ന കാര്യം, ആരും ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചിലരെ അവരുടെ ഭാര്യയും മക്കളോ അല്ലെങ്കിൽ സ്വീകരിച്ച സംഭവങ്ങളുണ്ട്. ധാരാളം ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ രാത്രിയിൽ നൈറ്റ് പെട്രോൾ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബോംബെ പോലീസും സിറ്റികളിലൊക്കെ ഈ രീതിയിലുള്ള ഒരു ചെക്കിങ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ് മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറുന്നത്. രാത്രിയിൽ
ആ വസതിയില്ലാത്തവർ ചിലപ്പം കടത്തിണ്ണെ കിടന്ന് ഉറങ്ങിയെന്ന് വരും. അവരെ ഉപദ്രവിക്കാരെ വിളിച്ചുണർത്തി അവരെ വീട്ടിലാക്കാൻ ശ്രമിക്കണം. ചിലപ്പം മാനസിക അസ്വസ്ഥത ഉള്ള ആൾക്കാരായിരിക്കാം. അവരെ തിരിച്ച് വീട്ടുകാർ സ്വീകരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാം. അവരൊക്കെ നോർമൽ ലൈഫിലേക്ക് വരും. ഇങ്ങനെയുള്ള മനുഷ്യത്വപരമായ പ്രവർത്തികൾ പോലീസ് സ്റ്റേഷനിലൊക്കെ സാധാരണ ചെയ്യുന്നുണ്ട്. അത് ഇനിയും തുടരണം. കാരണം ലോ ആൻഡ് ഓർഡറും അടിപിടിയും കുത്തും വെട്ടും അല്ല. അത് മാത്രമല്ല നോക്കേണ്ടത് നിങ്ങൾക്ക്. കാരണം പോലീസ് സ്റ്റേഷനിലുള്ളവർ അവിടെ തീർച്ചയായിട്ടും ആവശ്യത്തെ അനുഭവിക്കുന്ന ധാരാളം പേർ അവരവരുടെ ലിമിറ്റിലുണ്ടാവും. അതുകൂടാതെ വസതിയില്ലാത്തവരുണ്ടാവും. കാരണം പോലീസ് 1-2 സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വസതിയില്ലാത്ത 2-3 പേർക്ക് വീട് സംഘടിപ്പിച്ച് കൊടുക്കുന്നത് ഞാൻ അടുത്ത കാലത്ത് ഞാൻ പത്രത്തിൽ കണ്ടു. അങ്ങനെയുള്ള ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർവീസിലുണ്ട്. അവരൊക്കെ അവരുടെ പ്രവൃത്തികളെ അതേപടി തുടരണം. അതിനുള്ള ഒരു സന്ദർഭം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ, അഗതികളെ സഹായിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകണം. അതാണ് ഞാൻ ബോംബെ പോലീസിൻ്റെ ഈ കാര്യം പറഞ്ഞത്. 47ാമത്തെ ദിവസം മകനെ തിരിച്ചു കിട്ടിയ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം നമുക്ക് വിളിച്ചറിയിക്കാൻ കഴിയില്ല. ആ ഒരു സന്ദർഭം നമ്മൾ എപ്പോഴും കാണണം. എല്ലാവർക്കും ഇതുപോലെയുള്ള മക്കളെ നഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ ചിന്താഭാരത്താൽ വേവലാതിപ്പെട്ട് നടക്കുന്നവരും ചില പ്രായമുള്ളവർ പലരും വീട് വിട്ടു പോയിട്ട് വീട്ടിൽ തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയിൽ പല സ്ഥലത്തും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരുടെ ആൾക്കാരുടെ ഒപ്പം ചേർക്കാനുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള പ്രവൃത്തിയും കൂടെ പോലീസ് സ്റ്റേഷനിലുള്ളവരെല്ലാവരും, കാരണം അവർക്കാണ് കൂടുതൽ സന്ദർഭം. കാരണം അവർ SHO എന്ന് പറയുമ്പോൾ ആ ജൂറിസ്ഡിക്ഷൻ്റെ രാത്രിയും പകലും എപ്പോഴും കറങ്ങി നടക്കുന്ന ആളാണ്. അവരല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാഹനമായിട്ട് രാത്രി മുഴുവൻ കാണും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആൾക്കാരെ ഇതുപോലെയൊക്കെ അലഞ്ഞു തിരിയുന്നവരെയൊക്കെ അവരെ ചോദ്യം ചെയ്ത് അവർക്ക് വസതിയിലെത്തിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ ധാരാളം അഗതി മന്ദിരങ്ങളുണ്ട്, അവിടെ ആക്കുകയും, കാരണം അവരെപ്പറ്റി അതൊന്നും അവർക്ക് അറിയില്ലായിരിക്കാം. ധാരാളം ആൾക്കാരെ നമുക്ക് സംരക്ഷിക്കാനുള്ള സംവിധാനം സ്റ്റേറ്റിൻ്റെ വകയായിട്ടും അല്ലെങ്കിൽ വ്യക്തികളുടെ സാമൂഹിക പ്രവർത്തന വകയായിട്ടും കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവൃത്തികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം. ചെയ്യാൻ അമാന്തം കാണിക്കരുത്. അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണെന്നൂടെ കരുതണം.